50 പൈസയ്ക്ക് പോലും കണക്ക് പറയാൻ മടിയില്ലാത്തവരാണ് നമ്മൾ മലയാളികൾ. പക്ഷെ നാം അറിയാതെ നമ്മെ കൊള്ളയടിച്ച് ലക്ഷങ്ങൾ കൊയ്തെടുക്കുന്ന ചില മാന്യന്മാരെ നാം കാണുന്നില്ല. സാധാരണക്കാരെ ചൂഷണം ചെയ്ത് തുടരുന്ന ഒരു പകൽ കൊള്ളയാണ് എന്റെ വാർത്തയിൽ ഇനി. നിരത്തിലിറങ്ങുന്ന വാഹനങ്ങളുടെ കണക്കുകൾ ദിനം പ്രതി വർദ്ധിക്കുന്നു. വാഹനങ്ങളുടെ വില എത്ര തന്നെ വർദ്ധിച്ചാലും ആവശ്യക്കാർക്ക് യാതൊരു പഞ്ഞവുമില്ല. വാഹന കച്ചവടത്തിന്റെ മറവിൽ അനധികൃതമായി കോടികളുടെ തട്ടിപ്പ് നടക്കുന്നത് പക്ഷേ അധികമാർക്കും അറിയില്ല. വാഹന രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു പകൽ കൊള്ളയെക്കുറിച്ചറിയാൻ എന്റെ വാർത്ത അന്വേഷണം ആരംഭിച്ചു. പുതിയ വാഹനങ്ങൾ നിരത്തിലിറക്കുമ്പോൾ വാഹനവിലയ്ക്കൊപ്പം മറ്റു ചില കണക്കുകൾ കൂടി പറഞ്ഞ് ഡീലർമാർ പുതിയൊരു വില പറയും. റോഡ് ടാക്സ്, രജിസ്ട്രേഷൻ, ഇൻഷുറൻസ്, ടെമ്പററി രജിസ്ട്രേഷൻ തുടങ്ങിയ ന്യായങ്ങളും നിരത്തും. സാധാരണക്കാർ അവരുടെ വാക്സാമർത്ഥ്യത്തിൽ വിശ്വസിച്ച് ചോദിക്കുന്ന പണം നൽകി വാഹനം വാങ്ങാൻ നിർബന്ധിതരാകും. എന്നാൽ ഈ കച്ചവടത്തിന് പിന്നിലെ വൻ അഴിമതി എന്റെ വാർത്ത ഇവിടെ പുറത്തു കൊണ്ടുവരുന്നു. 2 വീലറുകളുടെ രജിസ്ട്രേഷന് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത് വെറും 160 രൂപയാണ്. എന്നാൽ ഡീലർമാർ 2000-ഓളം രൂപ വരെ ഇതിന് സാധാരണക്കാരിൽ നിന്നും ഈടാക്കുന്നു. ഞങ്ങൾക്ക് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരത്തെ ചില പ്രധാന ഡീലർമാരെ ഞങ്ങൾ രഹസ്യമായി സമീപിച്ചു. ഞങ്ങൾ ആദ്യമെത്തിയ സ്ഥലത്ത് അവർ വാഹന രജിസ്ട്രേഷനായി ആവശ്യപ്പെട്ടത് 450 രൂപയാണ്. തുടർന്ന് മറ്റൊരു ഡീലറെ സമീപിച്ചു. ഇവിടെ ഞങ്ങളോട് ആവശ്യപ്പെട്ടത് 700 രൂപയാണ്. ഇവിടെ നിന്നും പുറത്തിറങ്ങിയ ഞങ്ങൾ മറ്റൊരു ഡീലറെ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ ഭീമമായ തുകയാണ് ആവശ്യപ്പെട്ടത്. വാഹന രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഞങ്ങൾക്കറിയാമെന്ന് ബോധ്യപ്പെട്ട ഡീലർ പതിയെ ഫോൺ ഡിസ്കണക്ട് ചെയ്തു. ഹലോ, ജെസിഡി മോട്ടോഴ്സ് അല്ലേ? പാഷൻ പ്രോ ഇപ്പൊ എത്രയാ വില? പാഷൻ പ്രോ ഓൺ റോഡ് 55,760. വണ്ടിയുടെ വില എത്രയാ? എന്തോ ഇത് ഓൺ റോഡ് പ്രൈസ് ആണോ പറഞ്ഞത്? അതെ, ഓൺ റോഡ്. ശരിയാ. വണ്ടിയുടെ വില എത്രയാണ്? വണ്ടി വില 48,103. 5000 രൂപ വ്യത്യാസം വരും അല്ലേ? വേറെ വേറെ ഫിറ്റിംഗ്സ് എല്ലാം ചേർത്താണ്. അത് ശരിയാ. എക്സ്ട്രാ ഫിറ്റിംഗ്സ് എത്ര രൂപ വരും? എക്സ്ട്രാ ഫിറ്റിംഗ്സ് എല്ലാം അവിടെ 1,600 വരും. 1,600 വരും. ടാക്സോ? ടാക്സ് 2,900 സംതിങ് വരും. 2,900 വരും. ഇൻഷുറൻസ് എത്ര വരും? ഇൻഷുറൻസ് 1,200 വരും. പിന്നെ രജിസ്ട്രേഷൻ എത്ര വരും? രജിസ്ട്രേഷൻ 1,250. എവിടെയാണ് സ്ഥലം? രജിസ്ട്രേഷൻ നെയ്യാറ്റിങ്കര. നെയ്യാറ്റിങ്കരാണ് 1,250 പ്ലസ് നെയ്യാറ്റിങ്കര ചെയ്യണമെങ്കിൽ 700 രൂപ അഡീഷണൽ വരും. അപ്പൊ 1,900 വരും ടോട്ടൽ. 950 രൂപ. 55,800 പ്ലസ് 700. ശരി. രജിസ്ട്രേഷൻ അത്രയും പൈസ വരുമോ? 100 രൂപ എങ്ങാണ്ട് ഫീസ് ഉള്ളൂ എന്ന് കേട്ടു. നേരിട്ട് വന്നാൽ ഇപ്പോൾ സംസാരിക്കാം. വാഹനം വാങ്ങുന്നവർക്ക് തന്നെ രജിസ്ട്രേഷൻ നടത്താമെന്നിരിക്കെ പല ഡീലർമാരും ആ ജോലി സ്വയം ഏറ്റെടുക്കുകയാണ്. വാഹനം വാങ്ങുന്നവർ രജിസ്ട്രേഷൻ നടത്താൻ ഇറങ്ങിയാൽ അവിടെയും കാത്തിരിക്കുന്നത് ദുരിതങ്ങൾ തന്നെ. RTO ഉദ്യോഗസ്ഥർക്കും ഉപഭോക്താക്കൾക്കുമിടയിൽ നിൽക്കുന്ന ഏജന്റുമാരാണ് പരിശോധന നിയന്ത്രിക്കുന്നത്. അവിടെയും ഏജന്റുമാർ ചോദിക്കുന്ന പണം നൽകണം. ഉദ്യോഗസ്ഥരുടെ അറിവോടെയാണ് ഈ ചൂഷണം നടക്കുന്നതെന്നും അതിന്റെ ഒരു ഭാഗം ഉദ്യോഗസ്ഥരും കൈപ്പറ്റുന്നു എന്നതിന്റെ തെളിവാണ് ഒരു ഏജന്റ് ഞങ്ങളോട് പറഞ്ഞ ഈ വാക്കുകൾ. അതിനകത്ത് പല ടൈപ്പ് ജീവികളാണ് ഇരിക്കുന്നത്. ചിലത് കടിച്ച് കീറി കഴിഞ്ഞാൽ ഒരു സൈഡ് മാത്രമേ തിന്നുള്ളൂ, മറ്റേതെല്ലാം തിന്നും. ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുടെ ഇടയിലാണ് നമ്മൾ മനസ്സിലാവേണ്ടത്. രജിസ്ട്രേഷനായി വാങ്ങേണ്ട 160 രൂപയുടെ സ്ഥാനത്ത് 1,950 രൂപ ഈടാക്കുമ്പോൾ ഡീലർമാർ അധികം വാങ്ങുന്നത് 1,790 രൂപയാണ്. ശരാശരി 1000 രൂപയായി കണക്കാക്കിയാൽ പോലും കേരളത്തിൽ മാത്രം പ്രതിമാസം കോടികളാണ് സാധാരണക്കാരെ കൊള്ളയടിച്ച് ഇത്തരക്കാർ സമ്പാദിക്കുന്നത്. സാധനങ്ങൾക്ക് 50 പൈസ വർദ്ധിച്ചാൽ കൊലവിളി മുഴക്കി നിരത്തുകളെ യുദ്ധക്കളമാക്കുന്ന രാഷ്ട്രീയക്കാരും സാമൂഹിക സംഘടനകളും ഈ അഴിമതിക്കെതിരെയും രംഗത്തു വരണം. സർക്കാർ അടിയന്തരമായി ഈ പ്രശ്നത്തിൽ ഇടപെട്ട്
ഇത്തരം തട്ടിപ്പുകാരെ നിലയ്ക്കു നിർത്തണം. സാധാരണക്കാർ ഈ അഴിമതിയെക്കുറിച്ച് കൂടുതൽ അറിയണം. വഞ്ചനയിൽ നിന്നും രക്ഷപ്പെടണം. സിറ്റിസൺ ജേർണലിസ്റ്റ് ജോസ് ജോണി. ഇത്തരം റിപ്പോർട്ടുകൾ പുറം ലോകത്തെത്തിക്കുന്ന ഒരു സിറ്റിസൺ ജേർണലിസ്റ്റായി മാറാൻ നിങ്ങൾക്കും അവസരം. ഇപ്പോൾ തന്നെ എഴുതുക. ഞങ്ങളുടെ വിലാസം: പ്രൊഡ്യൂസർ എന്റെ വാർത്ത, അമൃത TV, ഗാന്ധിനഗർ, വഴുതക്കാട്, തിരുവനന്തപുരം 14. ഇമെയിൽ info@amrudatv.com. വാർത്തകൾ നമുക്ക് ചുറ്റുമുണ്ട്. കേരളത്തെ ഞെട്ടിക്കാൻ പോകുന്ന അഴിമതി കഥകൾ മുതൽ അനീതിയും മനുഷ്യാവകാശ ലംഘനവും വരെ അവ വിളിച്ചു പറയാനുള്ള തന്റെ ഇടമാണ് നിങ്ങൾക്ക് ആവശ്യം. സധൈര്യം മുന്നോട്ട് വരൂ. ഞങ്ങളുണ്ട് നിങ്ങൾക്കൊപ്പം. വീണ്ടും കാണാം അടുത്തയാഴ്ച ഇതേ സമയം.